ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു വഴികാട്ടിയാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്യുന്നതിനു മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ബുധനാഴ്ച 2026 ഓഗസ്റ്റ് 5. ഇന്ന് ആഷാഢ് മാസത്തിലെ കൃഷ്ണപക്ഷ സപ്തമി തിഥിയാണ്. സപ്തമി തിഥി പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും വളരെ ഉത്തമമാണ്. അശ്വതി നക്ഷത്രമാണ് ഇന്ന്. ഇത് പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്നു. വൈകുന്നേരം 5:29 വരെ ശൂലയോഗമുണ്ട്. ഇന്ന് സൂര്യോദയം രാവിലെ 5:59 സൂര്യാസ്തമയം വൈകുന്നേരം 7:07 ഉച്ചയ്ക്ക് 12:33 മുതൽ വൈകുന്നേരം 2:11 വരെ രാഹുകാലമായതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേടം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5, 2026 ബുധനാഴ്ച നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ മേടത്തിൽ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുകയാണ്. ഇത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും നിങ്ങളെ സഹായിക്കും. ഇന്ന് നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും കാണപ്പെടും. ദിവസത്തിൻ്റെ തുടക്കം ശാന്തമായും പോസിറ്റീവായും ആരംഭിച്ചാൽ ദിവസം മുഴുവൻ നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കും വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവായതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം നിങ്ങളിൽ വർദ്ധിക്കും. പഠനത്തിനിടയിൽ അല്പസമയം പ്രകൃതിയുമായി ഇണങ്ങി ചെലവഴിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. പ്രണയാഭ്യർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് ഏറ്റവും ഉചിതമായ ദിവസമാണ്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കാണെങ്കിലും മനസ്സിന് സന്തോഷം നൽകുന്ന ദിവസമായിരിക്കും. വീടിനുള്ളിലെ അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. എന്നാൽ ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുക. ഇന്ന് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. തവിട്ടു നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. രാവിലെ 10 മണി മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് പൂർത്തിയാക്കുക. പ്രകൃതിയുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ്. ഇന്ന് അർഹരായവർക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യം ആണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. ഈ ചാനലിനെ പിന്തുണയ്ക്കുന്നതിനായി ദയവായി വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന UPI QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവനയായി നൽകുക. ഇനി അതിന് സാധിക്കാത്തവരാണെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്.
പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5, 2026 ബുധനാഴ്ച നിങ്ങൾക്ക് വളരെ ശാന്തവും മാർഗനിർദ്ദേശങ്ങൾ നിറഞ്ഞതുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 12ാം ഭാവത്തിൽ മേടരാശിയിലും അശ്വതി നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ രാശിയിൽ ശുക്രൻ്റെയും രാഹുവിൻ്റെയും സ്വാധീനമുള്ളതിനാൽ നിങ്ങൾക്ക് മാനസികമായ പിന്തുണ നൽകുന്ന ഒരു വ്യക്തിയെ ഇന്ന് കണ്ടുമുട്ടാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള കൃത്യമായ വഴി ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ എപ്പോഴും പിന്തുണയ്ക്കുന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റിയ ദിവസമാണിത്. ജോലിസ്ഥലത്തും വ്യക്തിജീവിതത്തിലും ഇന്ന് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. കാരണം ചന്ദ്രൻ്റെ 12ാം ഭാവത്തിലെ സഞ്ചാരം നിങ്ങളെ അല്പം ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ക്ഷമയോടെ ഇരിക്കേണ്ട ദിവസമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ധ്യാനം ചെലുത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിച്ചാൽ അത് പാഴാക്കരുത്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വൈകാരികമായി നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. എന്നാൽ ആരെയും അന്ധമായി വിശ്വസിക്കുന്നതിന് മുൻപ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കുള്ള ദിവസമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും അവരോടൊപ്പം സമയം ചെലവഴിച്ച് നന്ദി പറയുകയും ചെയ്യുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത വേണ്ട ദിവസമാണ്. ജോലിസ്ഥലത്ത് ആരുമായും തർക്കത്തിന് പോകരുത്. രാഹുവിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ പുതിയ നിക്ഷേപങ്ങൾ ഇന്ന് ഒഴിവാക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കുക. ഇന്നത്തെ ശുഭകരമായ കർമ്മം ഇന്ന് ഏതെങ്കിലും അർഹരായ വ്യക്തിക്ക് വെള്ളമോ തണുത്ത പാനീയമോ നൽകുക. ഇന്ന് ശാന്തമായിരിക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാനും ശ്രമിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലെ ഒരു ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാക്ക് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകുന്ന ആ വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5, 2026 ബുധനാഴ്ച നിങ്ങൾക്ക് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ നിങ്ങളുടെ 12ാം ഭാവത്തിൽ മേടം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് അല്പം മാനസിക വിഷമമോ തളർച്ചയോ അനുഭവപ്പെടാം. നിങ്ങളുടെ രാശിനാഥനായ ബുധൻ്റെയും ചൊവ്വയുടെയും സ്ഥാനം കാരണം ഇന്ന് അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയേക്കാം. നിങ്ങളുടെ ദേഷ്യമോ നിരാശയോ മറ്റുള്ളവരുടെ മേൽ തീർക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ കാരണമാകും. അതിനാൽ ഇന്ന് ശാന്തനായിരിക്കാനും നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രമിക്കുക. ഇന്ന് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ വാക്കുകൾ അബദ്ധത്തിൽ നിങ്ങളെ വലിയ കുഴപ്പങ്ങളിൽ ചാടിച്ചേക്കാം. ഇന്ന് ആരുമായും തർക്കത്തിന് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസമായിരിക്കും. മനസ്സ് അലഞ്ഞുതിരിയുകയാണെങ്കിൽ അല്പനേരം ധ്യാനിക്കുകയോ നല്ല സംഗീതം കേൾക്കുകയോ ചെയ്യുക. യുവജനങ്ങൾ ഇന്ന് വൈകാരികമായി അല്പം സെൻസിറ്റീവായിരിക്കും. പ്രണയബന്ധത്തിലോ സൗഹൃദത്തിലോ ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ മുഴുകി സമയം ചെലവഴിക്കാം. കുടുംബാംഗങ്ങളോടൊപ്പം ശാന്തമായി സമയം ചെലവഴിക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുതിയ നിക്ഷേപങ്ങൾക്കോ വലിയ തീരുമാനങ്ങൾക്കോ പറ്റിയ ദിവസമല്ല. ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായ യാത്രകളും ഓട്ടപ്പാച്ചിലുകളും ഒഴിവാക്കുക. ഇന്ന് വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം പച്ചയാണ്. ഇന്ന് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുകയോ വെള്ളം നൽകുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. ഇന്ന് നിങ്ങളോട് ഒരു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൗനം പാലിക്കുന്നതാണോ അതോ പ്രതികരിക്കുന്നതാണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ സുഹൃത്തുക്കളെ. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5, 2026 ബുധനാഴ്ച നിങ്ങൾക്ക് വളരെ വൈകാരികമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് മേടം രാശിയിൽ അശ്വതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനും അവരെ സഹായിക്കാനും ഇന്ന് നിങ്ങൾക്ക് വലിയ താൽപ്പര്യം തോന്നും. ഇത് നല്ലൊരു കാര്യമാണ്. എങ്കിലും സ്വന്തം കാര്യങ്ങൾക്കും മുൻഗണന നൽകാൻ മറക്കരുത്. സ്വന്തം സംതൃപ്തിയാണ് ഏറ്റവും വലുതെന്ന് ഓർക്കുക. ഇന്ന് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഉച്ചയ്ക്ക് 2:15 മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യുക. പഴയ സുഹൃത്തുക്കളെ വിളിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വ്യാഴം നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതിനാൽ ധ്യാനം ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ഇന്നൊരു ചോദ്യം: ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം നേടാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ സഹായിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. എന്നാൽ മേടം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളെ അല്പം മടിയുള്ളവരും ശ്രദ്ധയില്ലാത്തവരുമാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ മറികടക്കാൻ ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലിക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് അപേക്ഷിക്കുകയാണെങ്കിൽ ഇന്നത്തെ അവസാന തീയതി ശ്രദ്ധിക്കാൻ മറക്കരുത്. അതിനാൽ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഇന്ന് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം ആസൂത്രണമില്ലാതെ വിജയം നേടുക പ്രയാസമാണ്. ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ഭാഗ്യനിറം വയലറ്റാണ്. രാവിലെ 11:10 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. രാഹുവിന്റെ സ്വാധീനം മൂലം മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. അതിനാൽ ശാന്തതയ്ക്കായി ഒരു പുസ്തകം വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുക. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ ഫോൺ മാറ്റിവെച്ച് പുസ്തകങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ ഇന്ന് തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. ശാന്തമായി ചിന്തിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിസ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കാം. സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കുക. ഇന്നത്തെ പുണ്യകർമ്മം: ഇന്ന് ഏതെങ്കിലും ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുകയോ പക്ഷികൾക്ക് തീറ്റ നൽകുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിലെ ആശയക്കുഴപ്പം മാറ്റാൻ സഹായിക്കും. ഇന്നത്തെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ ഭാഗ്യത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കഠിനാധ്വാനത്തിനാണോ അതോ കർമ്മത്തിനാണോ എന്ന് നിങ്ങൾ കരുതുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5, 2026 ബുധനാഴ്ച ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ നിന്ന് 8-ാം ഭാവത്തിൽ മേടം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് മാനസികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് നിങ്ങളെ അല്പം തളർത്തിയേക്കാം. വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നു. ഈ മോശം സമയം അധികം നീണ്ടുനിൽക്കില്ല. അതിനാൽ ധൈര്യമായിരിക്കുക. ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം തേടുക. ഇന്ന് ഒരു ഹോബിയിൽ ഏർപ്പെടുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും.
വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ജോലിസ്ഥലത്ത് മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് വിശ്രമിക്കുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം റോസ് പിങ്ക് ആണ്. വൈകുന്നേരം 4 മണി മുതൽ 5:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് ഉത്തമമാണ്. ഇന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. അത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ആരെയാണ് വിളിക്കാറുള്ളത്? മാതാപിതാക്കളെയോ അതോ അടുത്ത സുഹൃത്തിനെയോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, QR കോഡ് വഴി ഞങ്ങളെ പിന്തുണയ്ക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 5 ബുധനാഴ്ച നിങ്ങൾക്ക് വളരെ മികച്ചൊരു ദിവസമാണ്. ചന്ദ്രൻ മേടം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ വികാരങ്ങൾ സന്തുലിതമായിരിക്കും. നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും ആത്മവിശ്വാസവും ഇന്ന് വളരെ മികച്ചതായിരിക്കും. അതിനാൽ ഈ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കുക. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിച്ച് മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിക്കുക. ശനിയുടെ സ്വാധീനം നിങ്ങളുടെ 6-ാം ഭാവത്തിൽ ഉള്ളതിനാൽ ഇന്ന് ആരുമായും തർക്കങ്ങൾക്ക് പോകരുത്. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ വ്യക്തത വരുത്താൻ ഇന്ന് നല്ല ദിവസമാണ്. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം അനുഭവപ്പെടും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുണ്ടാകും. എന്നാൽ ജോലിസ്ഥലത്ത് അഹങ്കാരം ഒഴിവാക്കുക. മുതിർന്നവർ ഇന്ന് കൃത്യമായ വ്യായാമം ശീലിക്കണം. കാരണം ശനിയുടെ സ്വാധീനം ആരോഗ്യത്തെ ബാധിച്ചേക്കാം. ഇന്ന് ചാരനിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 8 മുതൽ 10 വരെയുള്ള സമയം വളരെ ശുഭകരമാണ്. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹം ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5 നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ മേടം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ഉള്ളിൽ പുതിയ ആശയങ്ങളും സർഗാത്മകതയും നിറയും. ഇന്ന് യുക്തിയേക്കാൾ ഉപരിയായി നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. പലപ്പോഴും നമ്മൾ കാര്യങ്ങളെ അമിതമായി വിശകലനം ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളുടെ ഉൾവിളി അനുസരിച്ച് പ്രവർത്തിക്കുന്നത് വലിയ നേട്ടങ്ങൾ നൽകും. കാര്യങ്ങൾ ശരിയായിക്കോളും. അതിനാൽ അനാവശ്യമായ സമ്മർദ്ദം ഒഴിവാക്കുക. ഇന്ന് വെള്ളി നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വളരെ നല്ലതാണ്. ശ്രദ്ധിക്കുക, ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ദേഷ്യം നിയന്ത്രിക്കുക. ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ല ദിവസമാണ്. യുവാക്കൾ ഇന്ന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷമായി സമയം ചെലവഴിക്കാം. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് പുരോഗതിയുണ്ടാകും. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് ഒരു പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് വലിയ പുണ്യമായി കരുതുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ കർമ്മഫലമാണോ അതോ വെറും യാദൃശ്ചികമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5 നിങ്ങളുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. ചന്ദ്രൻ മേടം രാശിയിലേക്കും അശ്വതി നക്ഷത്രത്തിലേക്കും മാറുന്നത് നിങ്ങളുടെ മനസ്സിനെ അല്പം അസ്വസ്ഥമാക്കിയേക്കാം. ഈ സമ്മർദ്ദം കാരണം നിസ്സാര കാര്യങ്ങൾ പോലും പ്രിയപ്പെട്ടവരുമായി തർക്കിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇന്ന് സംസാരത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുക.
കഠിനമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സ് അലയാൻ സാധ്യതയുണ്ട്. യുവാക്കൾ ഇന്ന് വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. വീട്ടമ്മമാർ ഇന്ന് വീടിനുള്ളിലെ സമാധാനം നിലനിർത്താൻ ക്ഷമയോടെ പെരുമാറുക. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:30 വരെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഇന്ന് എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിവിധി. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5 ബുധനാഴ്ച നിങ്ങൾക്ക് അല്പം ക്ഷമ ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ മേടം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് മാനസികമായ അസ്വസ്ഥതകളോ ചെറിയ ദേഷ്യമോ അനുഭവപ്പെടാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശ തോന്നിയേക്കാം. എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണെന്ന് ഓർക്കുക. ഇന്ന് ആരുമായും തർക്കങ്ങൾ ഏർപ്പെടരുത്, കാരണം അത് നിങ്ങളുടെ ബന്ധങ്ങളെ ബാധിച്ചേക്കാം. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടിയേക്കാം, അതിനാൽ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. യുവജനങ്ങൾ ഇന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹിണിമാർ ഇന്ന് വീട്ടുജോലികളിൽ ക്ഷമ പാലിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ഓഫീസിൽ തർക്കങ്ങൾ ഒഴിവാക്കാം. പുതിയ നിക്ഷേപങ്ങൾ ഇന്ന് വേണ്ടെന്ന് വയ്ക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്നത്തെ ശുഭകാര്യം: ഇന്ന് സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വൈകുന്നേരം 6:30 മുതൽ 8 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കും. ആ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് ആർക്കെങ്കിലും അല്പം വെള്ളമോ ഭക്ഷണമോ നൽകുന്നത് പുണ്യമായി കരുതുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് എന്താണ്? പ്രാർത്ഥനയോ സുഹൃത്തുക്കളുമായുള്ള സംസാരമോ അതോ തനിച്ചിരിക്കുന്നതോ? കമൻറ്റിൽ അറിയിക്കുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5 നിങ്ങൾക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അല്പം അസ്വസ്ഥതകൾ നിറഞ്ഞ ദിവസമായിരിക്കും. ചന്ദ്രൻ മേടം രാശിയിൽ നിൽക്കുന്നതിനാൽ കാര്യങ്ങൾ അല്പം താളം തെറ്റിയതുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇന്ന് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ മാനസികമായി തയ്യാറായിരിക്കുക. ജ്യോതിഷികളുടെ മുന്നറിയിപ്പ് പ്രകാരം നിങ്ങളുടെ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അല്ലാത്തപക്ഷം അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി മാറിയേക്കാം. മനസ്സ് ശാന്തമായി വെക്കുക. കാര്യങ്ങൾ മെച്ചപ്പെടുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായിരിക്കും. അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പഴയ പാഠങ്ങൾ ആവർത്തിക്കുന്നതാണ് നല്ലത്. യുവജനങ്ങൾക്കും ജോലി ചെയ്യുന്നവർക്കും ഇന്ന് ഓഫീസിലെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ബിസിനസ്സുകാർ ഇന്ന് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അമിതമായ അധ്വാനം ഒഴിവാക്കുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അനുയോജ്യമാണ്. ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഒരു വലിയ പരിഹാരമായി കണക്കാക്കാം. ശനിയുടെ ഊർജത്തെ സന്തുലിതമാക്കാൻ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ചെറിയൊരു ലോഹവസ്തുവോ യന്ത്രമോ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് സ്ഥിരത നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൗനം പാലിക്കുന്നതാണോ അതോ പോരാടുന്നതാണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്.
വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 5, 2026 ബുധനാഴ്ച നിങ്ങൾക്ക് വളരെ മനോഹരവും പോസിറ്റീവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 2-ാം ഭാവത്തിൽ, അതായത് മേടം രാശിയിൽ അശ്വതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആശയക്കുഴപ്പങ്ങളും നീക്കി നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം കർക്കടക രാശിയിൽ പൂയം നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം അനുഭവപ്പെടും. നിങ്ങളുടെ എല്ലാ ഊർജവും നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും. ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്. ഉച്ചയ്ക്ക് 3:15 മുമ്പായി നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം അതിനുശേഷം ഗ്രഹനിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇന്ന് നാരങ്ങയുടെ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും. കാരണം ഈ നിറം നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും. വിവിധ പ്രായത്തിലുള്ളവർക്കും വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ദിവസമാണ്. നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കും. അതിനാൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പോലും ഇന്ന് എളുപ്പത്തിൽ മനസ്സിലാകും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. ഗൃഹിണിമാർക്ക് കുടുംബ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ നിറവേറ്റാൻ കഴിയുന്ന ദിവസമാണ്. ഇന്ന് പുതിയൊരു വിഭവം ഉണ്ടാക്കി കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിലും ബിസിനസ്സിലും ഉള്ളവർക്ക് ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. നിങ്ങളുടെ ജോലിയെ എല്ലാവരും അഭിനന്ദിക്കും. മേലധികാരികളുടെ പിന്തുണ ലഭിക്കും. എന്നാൽ ആരുമായും തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം നിങ്ങളുടെ രാശിയിൽ ഉള്ളതിനാൽ സന്ധിവേദനയോ വാദസംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം. അതിനാൽ കൂടുതൽ ഓടി നടക്കുന്നത് ഒഴിവാക്കുക. ഇന്നത്തെ പുണ്യകർമ്മമായി സ്വന്തം കൈകൊണ്ട് പോഷകസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി അർഹരായവർക്കോ വീട്ടിലുള്ളവർക്കോ സ്നേഹത്തോടെ വിളമ്പുക. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക ശാന്തി നൽകും. ഇന്ന് ഒരു പ്രധാന മുന്നറിയിപ്പുണ്ട്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നതാണോ അതോ ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നതാണോ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ മറുപടിക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ ദിവസവും പുതിയ വിവരങ്ങൾ നൽകാൻ പ്രേരിപ്പിക്കുന്നത്.